കളർ പേപ്പർ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് സ്നോ ഫ്ലേക്സ് ആണ്. രണ്ട് രീതിയിലുള്ള പേപ്പർ ഫോൾഡിങ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് കോണാക്കിയിട്ട് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്നും കൂടി മടക്കണം. അത് മടക്കണത് സെൻറ്റർ കണ്ടുപിടിക്കാനാണ് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ റെക്കോർഡിങ്ങിൽ നല്ല നോയ്സ് ഉണ്ടാകും. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഫോൾഡ് ചെയ്ത പേപ്പറിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. വൈറ്റ് പേപ്പറിലാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാകും. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കളർ പേപ്പർ എടുത്തത്. പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം പേപ്പർ ഒന്ന് നിവർത്തി കൊടുത്താൽ നമ്മുടെ ആദ്യത്തെ സ്നോഫ്ലേക്ക് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ രീതിക്കും സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ തന്നെ വേണ്ടത്. അത് സൈഡ് ടു സൈഡായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് കോൺ ടു കോണായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും കൂടി മടക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അത് കഴിഞ്ഞ് ആ മടക്കൊന്ന് നിവർത്തിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ ഉണ്ടാക്കിയ ഈ രണ്ട് സ്നോഫ്ലേക്സും ഒരേ ഷേപ്പിലുള്ളത് തന്നെയാണ് കേട്ടോ. രണ്ട് മെത്തേഡാക്കിയിട്ട് കാണിച്ചു തന്നേന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാ സിമ്പിൾ നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ സ്നോഫ്ലേക്സ് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയുമല്ലോ അല്ലേ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.